أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളെ കുറിച്ചുള്ള ഞാൻ തുടങ്ങിവെച്ച ഖുതുബ പരമ്പര, അതുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ അവസാനത്തെ ഖുതുബ ജർമ്മനിയിൽ വെച്ചായിരുന്നു. അതിൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് അബ്ദുല്ലയുടെ പിതാവ് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചിരുന്നു. അത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളുടെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറത്തുപോയി ശത്രുക്കളെ നേരിടാൻ തീരുമാനിച്ചപ്പോൾ അബ്ദുല്ല ബിൻ ഉബയ്യ് ആദ്യം തന്റെ സുഹൃത്തുക്കളോടൊപ്പം കൂടെ പുറപ്പെട്ടു. എന്നാൽ ഉഹദിന്റെ താഴ്വരയിലെത്തിയപ്പോൾ തന്റെ 300 സുഹൃത്തുക്കൾക്കൊപ്പം വഞ്ചന കാണിച്ചുകൊണ്ട് തിരിച്ച് മദീനയിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോന്നു: മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വാക്കുകൾ കേട്ടില്ല. മദീനയിൽ നിന്നുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിച്ചില്ല. അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഇങ്ങനെയും പറഞ്ഞു: ഇതും ഒരു യുദ്ധമാണോ? ഇത് തങ്ങളെ സ്വയം അപകടത്തിൽ കൊണ്ടുചെന്നിടുന്ന കാര്യമാണ്. പറഞ്ഞു: ഞാൻ ഈ അപകടത്തിൽ തന്നെ സ്വയം അകപ്പെടുത്തുകയില്ല. ഏതായിരുന്നാലും അയാളുടെ ഹൃദയത്തിൽ തുടക്കം മുതൽ തന്നെ കാപട്യം ഉണ്ടായിരുന്നു, മുനാഫിക്കത്ത് ഉണ്ടായിരുന്നു. മുനാഫിക്ക് ഭീരുവായിരിക്കും. ഈ ഭീരുത്വം ഇവിടെ വന്ന് പ്രകടമാവുകയും ചെയ്തു. ഏതായിരുന്നാലും ഇയാൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം തിരിച്ചു പോന്നതിന് ശേഷം മുസ്ലിങ്ങളുടെ എണ്ണം കേവലം 700 മാറി. എന്നിട്ടും യുദ്ധം നടന്നപ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ തട്ട് തന്നെയായിരുന്നു ഭാരമേറിയത്. ഏകദേശം വിജയം നടന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ അവസാനത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പൂർണ്ണമായ നിലയിൽ പ്രാവർത്തികമാക്കാത്തത് കാരണം, മലയിടുക്ക് ഉപേക്ഷിച്ചത് കാരണം മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടം നേരിട്ടു. ഈ അവസ്ഥക്ക് ശേഷം അബ്ദുല്ല ബിൻ സുലൂലിന്റെ രീതി ഏതെല്ലാം നിലയിലാണ് അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും പ്രയാസം നൽകുകയും പരിഹാസവാക്കുകൾ പറയാൻ തുടങ്ങുകയും ചെയ്തത്, അതിന്റെ കുറച്ച് വിശദീകരണം ഞാൻ വിവരിക്കുന്നതാണ്. ഇതിൽ ഹസ്രത്ത് അബ്ദുല്ലയുടെ ഇസ്ലാമിനോടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള സ്നേഹവും പ്രകടമാകുന്നുണ്ട്. ഇതും തെളിയുന്നു. അതിനായി തന്റെ പിതാവിനെതിരിൽ ഏതു തരത്തിലുള്ള ചുവടുകൾ വെക്കാനും ഒരു വിധത്തിലുള്ള കാര്യവും അദ്ദേഹത്തിന് തടസ്സമായി ഉണ്ടായിരുന്നില്ല. അഥവാ അയാൾ ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അഭിമാനത്തിനുമേൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇതിനെക്കുറിച്ച് സീറത്ത്
ഖാത്തമുൻ നബിയീനിൽ ഉള്ള പരാമർശം പ്രാരംഭത്തിലുള്ളത് അത് എപ്രകാരമാണ് ഇവർ പരിഹസിക്കാൻ തുടങ്ങിയത്. ഹദ്റത്ത് മിർസ ബഷീർ അഹ്മദ് സാഹിബ് എഴുതുന്നു, ഉഹദ് യുദ്ധത്തിനു ശേഷം മദീനയിലെ യഹൂദികളും മുനാഫിക്കീങ്ങളും ആരാണോ ബദർ യുദ്ധത്തിന്റെ ഫലമായി അല്പം ഭയന്നിരുന്നത്, ഇപ്പോൾ അവർക്ക് കുറച്ച് ധൈര്യം കൈവന്നു. എന്നല്ല, അബ്ദുല്ല ബിൻ ഉബയ്യും അയാളുടെ സുഹൃത്തുക്കളും തുറന്ന നിലയിൽ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ അവഗണിച്ചു തള്ളുകയാണ് ചെയ്തത്. ഈ മൃദുല സമീപനത്തിന്റെ ഫലം ഇവർക്ക് അല്പം ലജ്ജ തോന്നുന്നതിന് പകരം ഇവർ അഹങ്കാരത്തിലും ചീത്ത പറയുന്നതിലും മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. മുനാഫിക്കീങ്ങളുടെ തലവൻ അബ്ദുല്ല ബിൻ ഉബയ്യുടെ ചീത്തവിളി അയാളുടെ മകൻ ഹസ്രത്ത് അബ്ദുല്ലക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും പ്രകടനം ഈ ഒരു സംഭവത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഹിജ്രി 5 ബനു മുസ്തലിഖ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസം മുറൈസിയിൽ താമസിച്ചു. ഇത് ബനു മുസ്തലിഖിന്റെ വെള്ളമെടുക്കുന്ന നീരുറവയുടെ പേരാണ്. എന്നാൽ ഈ താമസത്തിനിടയ്ക്ക് മുനാഫിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായി. ഇത് മുഖേന വളരെ അടുത്ത് തന്നെ ബലഹീനരായ മുസ്ലിങ്ങളിൽ അഭ്യന്തര യുദ്ധത്തിന്റെ അവസ്ഥ ഉണ്ടായിത്തീരുമായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസരോചിതമായ ഇടപെടലും അങ്ങയുടെ സ്വാധീന ശക്തിയുള്ള വ്യക്തിത്വവും ഈ ഫിത്നയുടെ ഭയാനകമായ ഫലത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി. ആ സംഭവം ഇപ്രകാരമാണ്. ഹസ്രത്ത് ഉമറിന്റെ ഒരു ജോലിക്കാരൻ ജഹജ എന്നു പേരുള്ള അയാൾ റൈസിയുടെ സ്ഥലത്തുള്ള വെള്ളമെടുക്കുന്ന സ്ഥലത്ത് വെള്ളമെടുക്കാനായി പോയി. അവിചാരിതമായി മറ്റൊരു ആളും സിനാൻ എന്നു പേരുള്ള ഒരാൾ, അത് അൻസാറിന്റെ സഖ്യകക്ഷിയിൽപ്പെട്ട ആളായിരുന്നു, വെള്ളമെടുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയുണ്ടായി. ഇവർ രണ്ടുപേരും അജ്ഞരായ ആളുകളായിരുന്നു, തികച്ചും സാധാരണക്കാരിൽപ്പെട്ട ആളായിരുന്നു. വെള്ളമെടുക്കുന്ന സ്ഥലത്ത് ഈ രണ്ടുപേരും പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ജഹജ സിനാനെ ഒരു അടി കൊടുത്തു. പിന്നീട് സിനാൻ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. വിളിച്ചു പറഞ്ഞു, അൻസാറുകളുടെ സംഘമേ, എന്നെ സഹായിക്കാനായി വരിക, എനിക്ക് മർദ്ദനം ലഭിച്ചിരിക്കുന്നു. ജഹജ ഇത് കണ്ടു. സിനാൻ തന്റെ സമുദായത്തെ വിളിക്കുകയാണ്. അയാളും ഒരു അജ്ഞനായ ആളായിരുന്നു. അയാളും ഉടനെ തന്റെ ആളുകളെ വിളിക്കാൻ തുടങ്ങി. മുഹാജിരിങ്ങളെ ഓടി വന്നാലും അൻസാറുകളുടെയും മുഹാജിരിങ്ങളുടെയും ചെവിയിൽ ഈ ശബ്ദം വന്നപ്പോൾ, ഈ ശബ്ദം കേട്ടപ്പോൾ ഉടനെ തന്നെ അവർ വാളുകൾ ഊരി ചാടിപ്പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ജനക്കൂട്ടം ഉണ്ടായി. വളരെ അടുത്ത് തന്നെ ചില ജാഹിലീങ്ങളായ യുവാക്കൾ പരസ്പരം ആക്രമിക്കുമായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുഖ്ലിസായ മുഹാജിരിങ്ങളുടെയും അൻസാറുകളുടെയും ആളുകൾ ഒരുമിച്ചുകൂടി ഉടനെ തന്നെ ആളുകളെ മാറ്റി നിർത്തുകയും രഞ്ജിപ്പിലെത്തുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് ജഹാലത്തിന്റെ പ്രകടനമാണ്. ഇതിനെക്കുറിച്ച് അവിടുന്ന് നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നം ഏതായിരുന്നാലും ഇല്ലാതായി തീർന്നു. എന്നാൽ മുനാഫിക്കീങ്ങളുടെ തലവൻ അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലിന് ഈ സംഭവത്തെക്കുറിച്ച് ബനു മുസ്തലിഖ് യുദ്ധത്തിൽ ഇയാളും പോയിരുന്നു. അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ ആ വിവരദോഷി ഈ ഫിത്നയെ വീണ്ടും കത്തിക്കാൻ തുടങ്ങി. അയാൾ തന്റെ സുഹൃത്തുക്കളോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കും എതിരിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രകോപിതനാക്കി. ഇങ്ങനെ പറഞ്ഞു, എല്ലാം നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഈ വീടും സഹായവുമില്ലാത്ത മുസ്ലിങ്ങൾക്ക് അഭയം നൽകി അവരെ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇവരെ സഹായിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്.
പിന്നീട് ഇവർ സ്വയം തന്നെ മദീനയെ ഉപേക്ഷിച്ചു പോകുന്നതായിരിക്കും. അവസാനം ഈ ഹഭാഗ്യൻ ഇതുകൂടി പറഞ്ഞു, ലൈൻ റജഅന ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിൽ ഉള്ളതാണ്. അതായത് നോക്കുക, ഇനി മദീനയിൽ ചെന്ന് ആദരണീയനായ വ്യക്തി സംഘം നിന്ദ്യനായ വ്യക്തിയെ അല്ലെങ്കിൽ സംഘത്തെ തങ്ങളുടെ നഗരത്തിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മുഖ്ലിസായ മുസ്ലിം കുട്ടി സയ്യിദ് ബിൻ അർക്കമും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അബ്ദുള്ളയുടെ വായിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ വാക്കുകൾ കേട്ടു. അദ്ദേഹം വളരെയധികം അസ്വസ്ഥപ്പെട്ടു. ഉടനെ തന്നെ തന്റെ പിതൃവ്യൻ മുഖേന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ സംഭവത്തെക്കുറിച്ചുള്ള അറിവ് നൽകി. നോക്കുക, കുട്ടികൾ പോലും എത്രമാത്രം ആത്മാർത്ഥതയും കൂറും ഉള്ള ആളുകളായിരുന്നു. വളരെയധികം കൂർമ്മബുദ്ധിയുള്ളവരും ആയിരുന്നു. അവർക്ക് അറിയാമായിരുന്നു എന്താണ് ശരിയായ കാര്യം, എന്താണ് തെറ്റ് എന്ന്. ഏതായിരുന്നാലും തന്റെ പിതൃവ്യനെ അദ്ദേഹം ഇതറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹദ്റത്ത് ഉമറും ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ വാക്കുകൾ കേട്ട് ദേഷ്യം കൊണ്ടും ആത്മരോഷം കൊണ്ടും തിളച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് അനുവാദം നൽകിയാലും ഞാൻ ഈ കുഴപ്പക്കാരനായ മുനാഫിക്കിന്റെ തലയൊടുക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, ഉമർ, വിട്ടേക്കുക. താങ്കൾ ഈ കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ? ആളുകളിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കണം. മുഹമ്മദ് തന്റെ അനുചരന്മാരെ കൊന്നുകൊണ്ട് നടക്കുകയാണ്. പിന്നീട് അവിടുന്ന് അബ്ദുല്ലാ ബിൻ ഉബയ്യിനെയും അയാളുടെ സുഹൃത്തുക്കളെയും വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ ഇപ്രകാരം ഒരു കാര്യം കേട്ടിരിക്കുന്നു. അവരെല്ലാവരും സത്യതു, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ചില അൻസാറുകളും ശുപാർശ എന്ന നിലയിൽ ഈ കാര്യം പറഞ്ഞു. സയ്യിദ് ബിൻ അർക്കമിന് ഒരുപക്ഷെ തെറ്റുപറ്റിയതാവാം. അയാൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധ്യതയില്ല. അവിടുന്ന് അപ്പോൾ അബ്ദുല്ലാ ബിൻ ഉബയ്യിന്റെയും അയാളുടെ സുഹൃത്തുക്കളുടെയും വാക്കുകൾ സ്വീകരിച്ചു. സയ്യിദിന്റെ വാക്കുകളെ നിരാകരിച്ചു. അത് കാരണം സയ്യിദിന് കഠിനമായ വിഷമവും ദുഃഖവും ഉണ്ടായി. എന്നാൽ പിന്നീട് വിശുദ്ധ ഖുർആനിലെ വഹി സയ്യിദിന്റെ വാക്കുകളെ സാക്ഷ്യപ്പെടുത്തി മുനാഫിക്കീങ്ങളെ വ്യാജരാക്കി പറഞ്ഞു. ഞാൻ ഓതിയ ആയത്ത്, ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ ഉബയ്യിനെയും വിളിപ്പിച്ച് ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി. മറുഭാഗത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ആളുകളോട് ഇവിടെ നിന്ന് പുറപ്പെടാൻ പറയുക. ഈ സമയം ഉച്ച സമയമായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ ഉച്ച സമയത്ത് യാത്ര പുറപ്പെടാറുണ്ടായിരുന്നില്ല. കാരണം അറേബ്യയിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ സമയം കഠിനമായ ചൂടിന്റെ സമയമാണ്. അതിൽ യാത്ര ചെയ്യുക എന്നത് അങ്ങേറ്റം പ്രയാസമുള്ളതാണ്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ അവസ്ഥ അനുസരിച്ച് ഇതാണ് ശരിയായി വിചാരിച്ചത്, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുക. അങ്ങനെ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഉടൻ തന്നെ ഇസ്ലാമിക സൈന്യം തിരിച്ചു പോകാൻ തയ്യാറായി. ഇതേ അവസരത്തിലാണെന്ന് തോന്നുന്നു ഉസൈദ് ബിൻ ഹുസൈർ അൻസാരി, അദ്ദേഹം ഔസ് ഗോത്രത്തിലെ വളരെയധികം പ്രഗത്ഭനായ ഒരു തലവനായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, താങ്കൾ പൊതുവെ അത്തരം സമയത്ത് യാത്ര ചെയ്യാറില്ലല്ലോ, ഇന്നെന്താണ് കാര്യം? ഇന്ന് ഉച്ചക്ക് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഉസൈദ്, താങ്കൾ കേട്ടില്ലേ അബ്ദുല്ലാ ബിൻ ഉബയ്യ് ഏത് വാക്കുകളാണ് പറഞ്ഞത് എന്ന്? അയാൾ പറയുന്നു, നാം മദീനയിലെത്തിയാൽ അവിടെ ആദരണീയനായ വ്യക്തി, നിന്ദ്യനായ വ്യക്തി അവിടെ നിന്ന് പുറത്താക്കുന്നതാണ്. ഉസൈദ് ഉടനെ തന്നെ പറഞ്ഞു, അതെ യാ റസൂലുള്ളാഹ്, ശരിയാണ്, അത് ശരിയായ കാര്യമാണ്. എന്നാൽ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അബ്ദുള്ളയെ മദീനയിൽ നിന്ന് താങ്കൾക്ക് പുറത്താക്കാം. കാരണം അള്ളാഹുവാണ് സത്യം, ആദരണീയൻ താങ്കൾ തന്നെയാണ്, അയാളല്ല.
അയാൾ തന്നെയാണ് നിന്ദ്യനായ വ്യക്തി. പിന്നീട് ഉസൈദ് ബിൻ ഉസൈർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, താങ്കൾക്കറിയാമോ, താങ്കൾ വരുന്നതിനു മുമ്പ് അബ്ദുല്ല ബിൻ ഉബയ്യ് തന്റെ സമുദായത്തിൽ വളരെയധികം ആദരണീയനായിരുന്നു. അയാളുടെ സമുദായം അയാളെ തങ്ങളുടെ രാജാവാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അത് താങ്കളുടെ വരവോടുകൂടി ഇല്ലാതായി തീർന്നു. അയാളുടെ ഈ പരിശ്രമം പരാജയപ്പെട്ടു. ഇത് കാരണം അയാളുടെ ഹൃദയത്തിൽ താങ്കളെക്കുറിച്ച് അസൂയ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ അയാളുടെ ഈ അധിക്ഷേപത്തെ വിലവെക്കരുത്, അയാളോട് വിട്ടുവീഴ്ച ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം അബ്ദുല്ല ബിൻ ഉബയ്യിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഹുബാബ് എന്നായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മാറ്റി അബ്ദുല്ല എന്ന് പേരാക്കിയിരുന്നു. അതായത് ഇതാണ് ഹസ്രത്ത് അബ്ദുല്ല, അദ്ദേഹത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അങ്ങേയറ്റം മുഖ്ലിസായ ഒരു സഹാബിയായിരുന്നു. പരിഭ്രമിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ കേട്ടിരിക്കുന്നു താങ്കൾ എന്റെ പിതാവിന്റെ അധിക്ഷേപം കുഴപ്പമുണ്ടാക്കലും കാരണം അയാളെ വധിക്കാനായി കൽപ്പന നൽകാൻ ആഗ്രഹിക്കുന്നു. അഥവാ താങ്കളുടെ തീരുമാനം ഇതാണ് എങ്കിൽ താങ്കൾ എനിക്ക് കൽപ്പന നൽകിയാലും ഞാൻ ഇപ്പോൾ തന്നെ എന്റെ പിതാവിന്റെ തലാറുത്തുകൊണ്ട് താങ്കളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിടാം. എന്നാൽ താങ്കൾ മറ്റാർക്കും ഈ ഒരു നിർദ്ദേശം നൽകരുത്. കാരണം ഞാൻ ഭയപ്പെടുന്നു ജാഹിലിയത്തിന്റെ ഏതെങ്കിലും ഒരു ഞരമ്പ് എന്റെ ശരീരത്തിൽ ആവേശത്തിലാവുകയും ഞാൻ എന്റെ പിതാവിന്റെ ഘാതകന് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നവനായി തീരും. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തണം. എന്നാൽ ഒരു നല്ല മുസ്ലിമിനെ വധിച്ചുകൊണ്ട് ഞാൻ നരകത്തിൽ പോകാൻ ഇടവരരുത്. അവിടുന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരിക്കലും തന്നെ അത്തരത്തിലുള്ള യാതൊരു ഉദ്ദേശവുമില്ല. എന്നല്ല, നാം നിശ്ചയമായും താങ്കളുടെ പിതാവിനോട് മൃദുലതയോടും ഔദാര്യത്തോടും കൂടി പെരുമാറുന്നതായിരിക്കും. എന്നാൽ അബ്ദുല്ല ബിൻ ഉബയ്യിന് തന്റെ പിതാവിനെതിരിൽ ഇത്രമാത്രം ആവേശമുണ്ടായിരുന്നു. ഇസ്ലാമിക സൈന്യം മദീനയിലേക്ക് തിരിച്ചപ്പോൾ അബ്ദുല്ല തന്റെ പിതാവിന്റെ വഴിക്ക് തടസ്സം നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ താങ്കളെ തിരിച്ചു പോകാൻ അനുവദിക്കുകയില്ല. ഏതുവരെ നീ നിന്റെ വായ കൊണ്ട് ഈ കാര്യം ഏറ്റുപറയുന്നില്ലയോ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദരണീയൻ, നീയാണ് നിന്ദ്യൻ. അബ്ദുല്ല ഈ ശാഠ്യത്തോടുകൂടി തന്റെ പിതാവിൽ ശക്തി ചെലുത്തി. അവസാനം അയാൾക്ക് നിർബന്ധിതനായി ഈ വാക്കുകൾ പറയേണ്ടതായി വന്നു. അപ്പോൾ അബ്ദുല്ല അയാൾക്ക് വഴി വിട്ടുകൊടുത്തു. ഇബ്നു സഅദ് ഈ വാക്കുകളിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പുറപ്പെടാൻ വേണ്ടി കൽപ്പന നൽകിയപ്പോൾ അബ്ദുല്ല ബിൻ ഉബയ്യിന്റെ മകൻ ഹസ്രത്ത് അബ്ദുല്ല തന്റെ പിതാവിന്റെ മാർഗം തടഞ്ഞു. ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. എന്നിട്ട് തന്റെ പിതാവിനോട് പറഞ്ഞു, ഏതുവരെ നീ ഈ ഒരു കാര്യം ഏറ്റുപറയുന്നില്ലയോ, നീ ഏറ്റവും നിന്ദ്യനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദരണീയനുമാണ്. അതുവരെ ഞാൻ നിന്നെ വിടുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തോടുകൂടി കടന്നുപോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയാളെ വെറുതെ വിടുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. പറഞ്ഞു, അയാളെ വിട്ടേക്കുക. അവിടുന്ന് പറഞ്ഞു, എന്റെ ആയുസ്സാണ് സത്യം, നാം തീർച്ചയായും ഇദ്ദേഹത്തോട് നല്ല നിലയിൽ പെരുമാറും, ഏതുവരെ ഇദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുവോ. തബ്ഖാത്തുൽ കുബ്രയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു പരാമർശവും കാണാം. ഹസ്രത്ത് അബ്ദുല്ലായുടെ പിതാവ് അബ്ദുല്ല ബിൻ ഉബയ്യ് പ്രകാരവും പറഞ്ഞിരുന്നു, ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ. അതായത് ആദരണീയനായ വ്യക്തി അല്ലെങ്കിൽ സംഘം നിന്ദ്യനായ വ്യക്തി അല്ലെങ്കിൽ സംഘത്തെ തങ്ങളുടെ നഗരത്തിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഹസ്രത്ത് അബ്ദുല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, താങ്കൾ തന്നെയാണ് ആദരണീയൻ, ഇയാൾ തന്നെയാണ് നിന്ദ്യൻ. സ്വയം മകൻ തന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു അവിശുദ്ധമായ ദുരാരോപണം മുനാഫിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടത് അത് ഇഫ്ക് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ വക്താവ് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലായിരുന്നു. ബനു മുസ്തലിഖ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്താണ് ഇഫ്ക് സംഭവം ഉണ്ടായത്. അതിൽ ഹസ്രത്ത് ആയിഷയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നീചമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഈ അപവാദത്തിന്റെ വക്താവ് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ആയിരുന്നു. ഇഫ്ക് സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിൽ
ഒരു ഖുതുബയിൽ ഞാൻ വിശദീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടെ അല്പം കാര്യങ്ങൾ വിവരിക്കാം. ഹസ്രത്ത് ആയിഷയുടെ റിവായത്താണിത്. ഇതിന്റെ മുഴുവൻ റിവായത്തുമല്ല, അല്പം ചില ഭാഗം കേൾപ്പിക്കാം. അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവിടുന്ന് തന്റെ ഭാര്യമാർക്കിടയിൽ നറുക്കിടുമായിരുന്നു. പിന്നീട് ആരുടെ നറുക്കാണോ വീഴുന്നത് അവിടുന്ന് അവരെ എന്നോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഈ യാത്രയിൽ ഞങ്ങൾക്കിടയിൽ നറുക്കെടുപ്പ് നടത്തി. അപ്പോൾ എന്റെ പേരാണ് വന്നത്. ഞാൻ അങ്ങയോടൊപ്പം പുറപ്പെട്ടു. അപ്പോഴേക്കും പർദ്ദയുടെ കൽപ്പന ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ പല്ലക്കിൽ ഇരിക്കുകയായിരുന്നു. എന്നെ പല്ലക്കടക്കമാണ് താഴെ ഇറക്കിയിരുന്നത്. ഒരു മറഞ്ഞ കസേര പോലുള്ള ഇരിപ്പിടമാണ് ഈ പല്ലക്ക് എന്ന് പറയുന്നത്. അതിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കർട്ടനുകൾ ഇടുമായിരുന്നു. അതെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുകയാറുണ്ടായിരുന്നത്. പറയുന്നു, ഞങ്ങൾ ഈ വിധത്തിൽ യാത്രയിലായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ മദീനക്ക് അടുത്ത് തന്നെയായിരുന്നു. ഒരു രാത്രി അവിടുന്ന് പുറപ്പെടാനുള്ള കൽപ്പന നൽകി. ആളുകൾ പുറപ്പെടുക എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാനും പുറപ്പെട്ടു. സൈന്യത്തിന് മുന്നിലായി. ഞാൻ പ്രാഥമിക ആവശ്യത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്റെ പല്ലക്കിന്റെ അടുത്ത ഭാഗത്തേക്ക് വന്നു. ഞാൻ എന്റെ നെഞ്ചിൽ തൊട്ടു നോക്കിയപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? എനിക്ക് കറുത്ത കല്ലുകളുള്ള ഒരു മാല ഉണ്ടായിരുന്നു. അത് പൊട്ടി എന്റെ കഴുത്തിൽ നിന്ന് വീണുപോയിരിക്കുന്നു. ഞാൻ തിരിച്ചുപോയി എന്റെ മാല തിരയാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് എന്റെ ഒട്ടകത്തെ തയ്യാറാക്കിയിരുന്നവർ അവർ വന്നു. എന്റെ പല്ലക്ക് അവർ എടുത്തു. എന്നിട്ട് അത് എന്റെ ഒട്ടകപ്പുറത്ത് വെച്ചു. ഏതൊന്നിലാണോ ഞാൻ യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. അവർ വിചാരിച്ചു ഞാൻ അതിലിരിക്കുന്നുണ്ട് എന്ന്. ഏതായിരുന്നാലും അവർ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് നടത്തിച്ചു. സ്വയം നടക്കാൻ തുടങ്ങി. മുഴുവൻ സൈന്യവും കടന്നുപോയതിനു ശേഷമാണ് ഞാൻ എന്റെ കളഞ്ഞുപോയ മാല കണ്ടെത്തുകയും അതെടുക്കുകയും ചെയ്തു. അതെനിക്ക് ലഭിച്ചു. പിന്നീട് ഞാൻ എന്റെ താമസ സ്ഥലത്തേക്ക് ചെന്നു. എവിടെയാണോ ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു എന്നെ കാണാതാകുമ്പോൾ അവർ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പറയുന്നു, ഞാൻ താമസ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏതായിരുന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്നെ അവർ കാണാതാകുമ്പോൾ, പല്ലക്കിൽ കാണാതാകുമ്പോൾ അവർ തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് എന്റെ കണ്ണുകൾ അടഞ്ഞു. ഞാൻ ഉറങ്ങിപ്പോയി. സഫ്വാൻ ബിൻ മുഅത്തൽ സുലമി സഖ്വാനി സൈന്യത്തിന് പിന്നിൽ നിൽക്കുന്ന ആളായിരുന്നു. ഏതെങ്കിലും വസ്തുക്കൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി പറയുന്നു. അദ്ദേഹം രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വന്നു. തമ്പടിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ എന്റെ അടുത്ത് വന്നു. പർദ്ദയുടെ കൽപ്പന വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടു. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നാലില്ല എന്ന് ചൊല്ലി. അദ്ദേഹം ഇന്നാലില്ല ചൊല്ലിയത് കേട്ടപ്പോൾ ഞാൻ ഉണർന്നു. ഏതായിരുന്നാലും ഇതിനുശേഷം അദ്ദേഹം തന്റെ ഒട്ടകത്തെ ഇരുത്തി. ഞാൻ അതിൽ യാത്ര ചെയ്തു. അദ്ദേഹം ഒട്ടകത്തിന്റെ മൂക്കുകയറി പിടിച്ച് മുന്നിൽ നടക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ഞങ്ങൾ സൈന്യത്തിൽ അപ്പോഴാണ് എത്തിയത്. അപ്പോൾ ആളുകൾ കൃത്യം ഉച്ചസമയത്ത് വിശ്രമിക്കാനായി തമ്പടിച്ചിരിക്കുകയായിരുന്നു. പറയുന്നു, പിന്നീട് ആർക്കാണോ നശിക്കേണ്ടിയിരുന്നത് അവർ നശിച്ചു. അതായത് ഈ അപവാദം പറഞ്ഞ് ഞങ്ങളെ സ്വയം നാശത്തിൽ അകപ്പെടുത്തി. ഈ അപവാദത്തിന്റെ വക്താവ് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ആയിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, ഞങ്ങൾ മദീനയിലെത്തി. ഞാൻ അവിടെ ഒരു മാസത്തോളം രോഗിയായിരുന്നു. എന്തോ കാരണം കൊണ്ട് രോഗിയായി തീർന്നിരുന്നു. അപവാദം പറഞ്ഞ ആളുകളുടെ വാക്കുകളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ഈ രോഗത്തിന്റെ ഇടയ്ക്ക് ഈ കാര്യം എനിക്ക് അറിയാൻ സാധിച്ചില്ല, എന്താണ് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഈ ഒരു കാര്യം എന്നെ സംശയത്തിലാക്കി. അതിതായിരുന്നു, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് ആ ഒരു കാര്യം കാണുന്നുണ്ടായിരുന്നില്ല. ഏതൊന്നാണോ അവിടുന്ന് രോഗത്തിന്റെ അവസ്ഥയിൽ സാധാരണയായി കാണാറുണ്ടായിരുന്നത്. അവിടുന്ന് കേവലം അകത്തു വരികയും എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ചോദിക്കുകയും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. പറയുന്നു, എനിക്ക് ഈ അപവാദത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഒരു ദിവസം ഞാൻ മിസ്തയോടൊപ്പം പുറത്തുപോയി പ്രാഥമിക ആവശ്യത്തിനു വേണ്ടി പുറത്തു പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് അപവാദം പറയുന്നവരുടെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവിടുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, ഇപ്പോൾ നീ എങ്ങനെ, നിന്റെ അവസ്ഥ എന്താണ്? ഞാനപ്പോൾ പറഞ്ഞു,
എന്നെ എന്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ അനുവദിച്ചാലും. അവിടുന്ന് എനിക്ക് അതിനുള്ള അനുവാദം നൽകി. ഞാൻ എന്റെ മാതാപിതാക്കളുടെ അടുത്ത് വന്നു. ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു, ആളുകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, മകളെ, ഈ സംസാരം കൊണ്ട് തന്റെ ജീവിതത്തെ അപകടപ്പെടുത്തരുത്, സമാധാനത്തോടുകൂടി ഇരിക്കുക. ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആളുകൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ഞാൻ ആ രാത്രി ഈ വിധം കഴിച്ചുകൂട്ടി രാവിലെ വരെ എന്റെ കണ്ണുനീർ നിന്നില്ല, എനിക്ക് ഉറക്കവും വന്നില്ല. എനിക്ക് എന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നറിയാൻ സാധിച്ചപ്പോൾ. ഏതായിരുന്നാലും ഈ അപവാദത്തിന്റെ സംസാരം നടന്നുകൊണ്ടിരുന്നു. ചില സഹാബാക്കളോടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ചോദിച്ചു. ഒരു ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറ, അവർ ഹസ്രത്ത് ആയിഷയുടെ സേവക ആയിരുന്നു. അവരുടെ വ്യക്തിപരമായ സേവനത്തിന് വേണ്ടി ഉള്ള ആളായിരുന്നു. അവരെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ബരീറ, നീ ഇവളിൽ, അതായത് ഹസ്രത്ത് ആയിഷയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊന്നാണോ നിന്നെ സംശയത്തിലാക്കുന്നത്? ബരീറ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യവും കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ആ അസ്തിത്വം കൊണ്ട് സത്യം, ആരാണോ താങ്കളെ സത്യത്തോടുകൂടി നിയോഗിച്ചത്, ഞാൻ ഹസ്രത്ത് ആയിഷയിൽ ഇതിനേക്കാൾ വലിയ ഒരു കാര്യവും കണ്ടിട്ട. അതുമാത്രമേ അവരെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും വലിയ ന്യൂനതയായി കാണുന്നുള്ളൂ. അതായത് അവരൊരു പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്, കുട്ടിത്തമുണ്ട്, ഉറക്കം കൂടുതലായി വരുന്നു, ചില സമയത്ത് ആട്ട വെച്ച് ഉറങ്ങിപ്പോകും, എന്നിട്ട് വീട്ടിൽ ആട് കയറി അത് തിന്നുകയും ചെയ്യും. അതാണ്, അല്പസ്വല്പം അശ്രദ്ധയുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് ഉറക്കം കുറച്ച് കൂടുതലായി വരാറുണ്ട്. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ കുറിച്ച് പരാതി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തിയെ ആരാണ് നേരിടുക? ആരാണോ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്നെ പ്രയാസപ്പെടുത്തിയത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, എന്റെ ഭാര്യയിൽ നന്മയല്ലാതെ മറ്റൊരു കാര്യവും എനിക്കറിയില്ല. അവർ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്? അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചും എനിക്ക് നന്മയല്ലാതെ മറ്റൊരു കാര്യവും അറിയില്ല. എന്റെ വീട്ടുകാരുടെ അടുത്ത് എപ്പോഴെല്ലാം അദ്ദേഹം വന്നിട്ടുണ്ടോ എന്നോടൊപ്പമാണ് വരാറുണ്ടായിരുന്നത്, ഒറ്റക്കൊരിക്കലും വരുമായിരുന്നില്ല. ഏതായിരുന്നാലും ചുരുക്കം ഇതാണ്. ഹസ്രത്ത് ആയിഷ പറയുന്നു, ഒരു ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നു, നിങ്ങൾ ആ കാര്യം കേട്ടിരിക്കുന്നു. ഏതൊന്നിനെ കുറിച്ചാണോ ആളുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നു, എന്നിൽ ആരോപണം ഉന്നയിക്കുന്നു. അഥവാ ഞാൻ താങ്കളോട് പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അള്ളാഹുവിനറിയാം ഞാൻ യഥാർത്ഥത്തിൽ നിരപരാധി തന്നെയാണ് എന്ന്. താങ്കൾ എന്നെ സത്യവതിയായി മനസ്സിലാക്കുകയില്ല. അഥവാ ഞാൻ താങ്കളോട് ഏതെങ്കിലും കാര്യം ഏറ്റുപറഞ്ഞാൽ, എന്നാൽ അള്ളാഹുവിനറിയാം ഞാൻ തികച്ചും നിരപരാധിയാണ്, ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല, എന്നാൽ താങ്കൾ ഈ ഏറ്റുപറച്ചിൽ എന്നെ സത്യമായി കരുതുന്നതാണ്. ഇത് ആളുകൾ ഇത്രമാത്രം പ്രചരിച്ചിരിക്കുന്നു, എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുന്നു. ചില സഹാബാക്കളും അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് ഇതുപോലുള്ള ഒരു ഉദാഹരണമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല, യൂസുഫിന്റെ പിതാവിന് ഒഴികെ. അദ്ദേഹം പറഞ്ഞിരുന്നു, വസബ്റുൻ ജമീലും വല്ലാഹു മുസ്തആനുൻ അലാ മാ തസിഫൂൻ. സഹനം കൈക്കൊള്ളുക എന്നത് തന്നെയാണ് നല്ലത്, അള്ളാഹുവിനോട് തന്നെയാണ് സഹായം ചോദിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്. സൂറ യൂസുഫിലേതാണ് ഇത് പറയുന്നു. ഇതിനുശേഷം ഞാൻ മാറി എന്റെ കിടക്കയിലേക്ക് വന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അള്ളാഹു എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതായിരിക്കും. നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുനൽകും, ഞാൻ ഈ ആരോപണത്തിൽ നിരപരാധിയാണ്. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഇതിനുശേഷം അള്ളാഹുവാണ് സത്യം, അവിടുന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിന് ശേഷം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരുന്നില്ല, വീട്ടുകാരിൽ നിന്ന് ആരും തന്നെ അവിടെ നിന്ന് മാറിയിരുന്നില്ല. ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് ആയിഷയുടെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യം പറയുന്നു, വീട്ടുകാരിൽ നിന്ന് ആരും തന്നെ പുറത്തു പോകുന്നില്ല, എല്ലാ വീട്ടുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങുകയുണ്ടായി. വഹി ഇറങ്ങുമ്പോൾ അങ്ങേക്ക് ഉണ്ടാകുന്ന കഠിനമായ
പ്രയാസം ഉണ്ടാകാൻ തുടങ്ങി. ശരീരം വിയർപ്പ് കൊണ്ട് നിറയുമായിരുന്നു. പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വഹിയുടെ അവസ്ഥ പോയപ്പോൾ അവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആദ്യമായി പറഞ്ഞ കാര്യം ഇതായിരുന്നു: ആയിഷ, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക, കാരണം അള്ളാഹു നിന്റെ നിരപരാധിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ എന്നോട് പറഞ്ഞു, എഴുന്നേൽക്ക്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുക. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും തന്നെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് പോവുകയില്ല. ഞാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ നന്ദി പറയുകയുമില്ല. അള്ളാഹു ഈ വഹിയാണ് ഇറക്കിയത്: ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. അപവാദം പറഞ്ഞു പരത്തിയവർ അവർ നിങ്ങളിൽ തന്നെയുള്ള ഒരു സംഘമാണ്. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി. എന്നാൽ അത് ആയിഷ പറയാറുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു അല്ലാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞുകൊടുക്കും. എനിക്ക് ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നെ കുറിച്ച് ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങും എന്ന്. അങ്ങനെ ഈ പ്രശ്നം അവസാനിച്ചപ്പോൾ ഈ ആരോപണം ഉണ്ടായി, മറ്റു കാര്യങ്ങൾ നടന്നു. ഈ എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ മുനാഫിക്കീങ്ങളുടെ തലവനോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീന്റെ പെരുമാറ്റം അതെന്തായിരുന്നു? ഹസ്രത്ത് അബ്ദുള്ളയുടെ പിതാവിന്റെ മരണം നടന്നപ്പോൾ, അതായത് അബ്ദുള്ള ബിൻ ഉബയ്യ് മരിച്ചപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ തന്റെ പിതാവിന്റെ ജനാസ നമസ്കരിക്കാനായി അപേക്ഷിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്രകാരവും അപേക്ഷിച്ചു: അവിടുന്ന് തങ്ങളുടെ കമീസ് നൽകിയാലും തന്റെ പിതാവിന്റെ കഫൻ ആയി അത് ഉപയോഗിക്കുന്നതിനു വേണ്ടി, അങ്ങനെ ഒരു പക്ഷേ എന്റെ പിതാവിന് പാവൽക്കുറവ് ആയിത്തീരുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുർത്ത നൽകുകയുണ്ടായി. മറ്റൊരു റിവായത്തിൽ ഈ വാക്കുകളും കാണാം: ഹസ്രത്ത് അബ്ദുള്ളയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ, അതായത് അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ തങ്ങളുടെ കമീസ് നൽകിയാലും ഞാൻ എന്റെ പിതാവിന് അതുകൊണ്ട് കഫൻ ചെയ്യട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മേൽ ജനാസ നമസ്കരിപ്പിച്ചാലും അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തന്റെ കമീസ് നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരണാനന്തര കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിപ്പിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു, അള്ളാഹു താങ്കളെ ഈ മുനാഫിക്കുകളുടെ ജനാസ നമസ്കരിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ലേ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണോ അതോ ചെയ്യാതിരിക്കണോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ജനാസ നമസ്കരിപ്പിച്ചു. പിന്നീട് അള്ളാഹു അത്തരം ആളുകളുടെ ജനാസ നമസ്കരിപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ജനാസ നമസ്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്രകാരവും നിവേദനം ഉണ്ട്: അയാളെ ഖബറിൽ വെച്ചപ്പോൾ അവിടുന്ന് അയാളെ പുറത്തെടുപ്പിച്ചു, തന്റെ കാലുകളിൽ അയാളുടെ തല വെച്ചു, എന്നിട്ട് തന്റെ ഉമനീര് അയാളുടെ വായിലിട്ടു നൽകി, തന്റെ കമീസ് ഊരി അയാൾക്ക് നൽകുകയും ചെയ്തു. ഒരു റിവായത്ത് പ്രകാരമുണ്ട്, ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ള വിവരിക്കുന്നു, ബദർ യുദ്ധം നടന്നപ്പോൾ കാഫിരീങ്ങളുടെ തടവുകാരെ കൊണ്ടുവരപ്പെട്ടു. ഹദ്റത്ത് അബ്ബാസിനെയും കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മേൽ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി കുർത്ത അന്വേഷിച്ചു. അപ്പോൾ അബ്ദുള്ള ബിൻ ഉബയ്യിന്റെ കുർത്ത അദ്ദേഹത്തിന് നല്ലതായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള ബിൻ ഉബയ്യിന് അയാളുടെ മരണത്തിന് ശേഷം തന്റെ കുർത്ത ഊരി നൽകുകയും ചെയ്തു, അയാളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി. ഇബ്നു ഉയൈന പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ നല്ല നിലയിൽ പെരുമാറിയിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു അയാളോടും നല്ല നിലയിൽ പെരുമാറുക. എന്നാൽ ഇത് അത്ര ഒതന്റിക് ആയി തോന്നുന്നില്ല. റിവായത്ത് ബുഖാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, എന്നാൽ ഇത്ര ശരിയായി തോന്നുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനായിരുന്നു. കേവലം ഈ ഒരു പെരുമാറ്റം കൊണ്ട്, കാരണം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചിലരുടെ അഭിപ്രായ പ്രകാരം ഇയാൾ മുസ്ലിമുമായിരുന്നില്ല. അഥവാ ഇനി അയാൾ കമീസ് ഊരി നൽകിയിരുന്നുവെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയാളുടെ മേൽ അനേകം ഔദാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു കാര്യം മാത്രം ആയിരിക്കുകയില്ല. ഇത് ഏതായിരുന്നാലും കേവലം ഈ ഒരു കാര്യം മാത്രമായിരുന്നില്ല, ഇത് കാരുണ്യത്തിന്റെ ഒരു പ്രകടനമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഹസ്രത്ത് അബ്ദുള്ള കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചതായിരുന്നു. മകൻ
എല്ലാ കാര്യത്തിലും ഇസ്ലാമിന്റെ ആത്മാഭിമാനം കാണിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ആത്മരോഷം പ്രകടിപ്പിച്ചു. തന്റെ ഈമാൻ രക്ഷപ്പെടുത്തി. തന്റെ പിതാവിന് അത് കാരണം പിതാവിനോട് കാഠിന്യം കാണിച്ചു. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സ്വാന്തനത്തിനു വേണ്ടി, മകന്റെ സ്വാന്തനത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് അവിടുന്ന് ഈ കമീസ് ഊരി നൽകുകയാണ് ചെയ്തത്. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് പറയുന്നു, അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ വഫാത്തായ മരിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു. ഹദ്റത്ത് ഉമർ നേരിട്ട് തന്നെ കുറിച്ചുള്ള നിവേദനം നടത്തുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അയാളുടെ ജനാസ നമസ്കരിപ്പിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ ഞാൻ അങ്ങേക്ക് മുന്നിലേക്ക് ചാടി. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, താങ്കൾ ഇബ്നു ഉബയ്യിന്റെ ജനാസ നമസ്കരിക്കാൻ പോവുകയാണോ? അയാൾ ഇന്ന ദിവസം ഈ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഇന്ന ദിവസം ഇപ്രകാരം പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഓരോ കാര്യങ്ങൾ എണ്ണി പറയാൻ തുടങ്ങി. ഞാൻ അയാൾക്കെതിരെ അയാളുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമർ മാറി നിൽക്കുക. ഞാൻ അങ്ങയോട് വളരെയധികം ശാഠ്യത്തോടുകൂടി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അഥവാ എനിക്ക് ഈ കാര്യം അറിയാൻ സാധിച്ചാൽ 70 തവണ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്താൽ അവർക്ക് പൊറുക്കപ്പെടുമെങ്കിൽ ഞാൻ തീർച്ചയായും അതിൽ കൂടുതലായി അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഹദ്റത്ത് ഉമർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ജനാസ നമസ്കരിച്ചു. പിന്നീട് തിരിച്ചു വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ബറാ, അതായത് സൂറത്തു തൗബ ഈ 2 ആയത്തുകൾ അവതരിച്ചു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തകും അലാ ഖബരി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലി വമാതു വഹും ഫാസിഖൂൻ. അതായത് നീ അവരിൽ ആരും തന്നെ മരിച്ചാലും അവരുടെ ജനാസ നമസ്കരിപ്പിക്കരുത്, നീ അവരുടെ ഖബറിനടുത്ത് നിൽക്കുകയും അരുത്. കാരണം അവർ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചിരിക്കുന്നു, അവർ ആ അവസ്ഥയിൽ മരിച്ചിരിക്കുന്നു, അവർ ആജ്ഞാലംഘകരാണ്. ഹദ്റത്ത് ഉമർ പറയുമായിരുന്നു, ഇതിനുശേഷം ഞാൻ എന്റെ ധൈര്യത്തെക്കുറിച്ച് അത്ഭുതപ്പെടുമായിരുന്നു. എനിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ സംസാരിക്കാൻ ധൈര്യം ലഭിച്ചത്? ഏതൊന്നാണോ ഞാൻ ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കാണിച്ചത്, അത് അള്ളാഹുവിനും റസൂലിനും മാത്രമേ നല്ലപോലെ അറിയുകയുള്ളൂ. ഹദ്റത്ത് അബ്ദുള്ളയുടെ സ്മരണയിൽ ഈ സംഭവം അവസാനിച്ചു. ഇനിയും സഹാബാക്കളുടെ സ്മരണ ഉണ്ടായിരിക്കും, ബാക്കിയുള്ളവരുടെ. ഇപ്പോൾ ഞാൻ ഏതാനും ചില വഫാത്തായവരുടെ സ്മരണ നടത്തുന്നതാണ്. അതിനുശേഷം ജുമാക്ക് ശേഷം, നമസ്കാരങ്ങൾക്ക് ശേഷം അവരുടെ ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ സ്മരണ ബഹുമാനപ്പെട്ട അമത്തുൽ ഹഫീസ് സാഹിബയുടേതാണ്. അവർ ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് ഉമർ സാഹിബ് കേരള ഇന്ത്യയുടെ ഭാര്യയായിരുന്നു. ഒക്ടോബർ 20 അവരുടെ വഫാത്ത് സംഭവിച്ചു. 72-ാമത്തെ വയസ്സിൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1947 അവർ കേരളത്തിലാണ് ജനിച്ചത്. മർഹൂമയുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അവരുടെ മാതാമഹന്റെ പിതാവിലൂടെയാണ് വന്നത്. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ അഹമ്മദികളിൽപ്പെട്ട ആളായിരുന്നു. അവർക്ക് ചെന്നൈയിൽ സെക്രട്ടറിമാരും കേരളത്തിൽ ദീർഘകാലം സദർ ലജ്നായും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണത്തിലും തഹജ്ജുദിലും വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ലജ്നകളെയും നാസറാത്തുകളെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. എല്ലാ ഫർളും നഫലുമായ നോമ്പുകളും എടുക്കുമായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ മൗലാന മുഹമ്മദ് ഉമർ സാഹിബിനെ വളരെയധികം സേവിച്ചു. വളരെ അതിഥി സൽക്കാരപ്രിയായ സൃഷ്ടി സേവനത്തിന്റെ വികാരം കൊണ്ട് നിറഞ്ഞ വളരെ നല്ല ഒരു വനിതയായിരുന്നു. ഖിലാഫത്തുമായി ഗഹനമായ വിശ്വാസബന്ധമുണ്ടായിരുന്നു. അവർ നിന്ന സ്ഥലങ്ങളിലെല്ലാം മിഷൻ ഹൗസുകളിൽ വരുന്നവരെ സഹോദരങ്ങളുമായി വളരെ ആത്മാർത്ഥതയോടുകൂടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. വളരെ ആത്മാർത്ഥതയോടുകൂടി സേവനം ചെയ്യുമായിരുന്നു. വഫാത്തിനു മുമ്പ് അവർക്ക് 3 തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 3-ാം തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ മൗലവി ഉമർ സാഹിബിനോട് അവർ പറഞ്ഞു, എന്റെ മരണത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. പിന്നീട് പറഞ്ഞു, എന്റെ സലാം എല്ലാവർക്കും എത്തിക്കുക. പിന്നീട് ഉയർന്ന ശബ്ദത്തിൽ 3 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അള്ളാഹുവിന്റെ സമക്ഷം ഹാജരായി. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 4 പെൺമക്കളുണ്ട്. അവർ മുനവ്വർ അഹമ്മദ് നാസിർ സാഹിബിന്റെ ഭാര്യമാരായിരുന്നു. അദ്ദേഹം PS-ന്റെ ഓഫീസിൽ തമിഴ് തപാലിന്റെ വകുപ്പിൽ വോളണ്ടിയർ ആയിക്കൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മൗലവി മുഹമ്മദ് ഉമർ സാഹിബ് എഴുതുന്നു, എന്റെ ആദ്യത്തെ നിയമനം 1961 ആയിരുന്നു.
ഞാൻ മൗലവി ഫാസിൽ പരീക്ഷ പാസ്സായി. ഇതിനുശേഷം എന്റെ ആദ്യത്തെ നിയമനം മദ്രസ അഹമ്മദിയയിൽ പഠിപ്പിക്കുക എന്നതായിരുന്നു. പിന്നീട് ഹൈദരാബാദിൽ നിയമിക്കപ്പെട്ടു. ഇതിനിടയ്ക്ക് അവിടെ ഒരു അപകടവും സംഭവിച്ചു. 1967 ഹൈദരാബാദിൽ ശക്തമായ മഴയ്ക്ക് ശേഷം ജൂബിലി ഹാൾ അതിന്റെ ആദ്യത്തെ നിലയിൽ പ്രയർ ഹാളും ഓഫീസുമായിരുന്നു. രണ്ടാമത്തെ ഹാൾ ലജ്നായിമാലിലേക്ക് വേണ്ടി പ്രത്യേകപ്പെടുത്തിയതായിരുന്നു. മൂന്നാമത്തെ നിലയിൽ മിഷൻ ഹൌസ് ആണ് ഉണ്ടായിരുന്നത്. ആ ഹാളിന്റെ വലിയ ഭാഗം ആ മഴ കാരണം ഒറ്റയടിക്ക് ഇടിഞ്ഞു വീണു. പറയുന്നു, ആ സമയത്ത് വിനീതൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉച്ചക്ക് മിഷൻ ഹൌസിലെത്തിയപ്പോൾ ഇത് കണ്ട് വിസ്മയപ്പെട്ടു. മുഴുവൻ കെട്ടിടവും വീണുപോയിരിക്കുന്നു. കേവലം ചെറിയ കോർണർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വിനീതന്റെ ഭാര്യ 3 മാസം പ്രായമുള്ള കുട്ടിയെ മാറിലെടുത്തുകൊണ്ട് മൂന്നാമത്തെ നിലയിലുള്ള ഒരു കോർണറിൽ നിസ്സഹായ നിൽക്കുകയായിരുന്നു. ഈ നിലയിൽ എന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും രക്ഷപ്പെടൽ പ്രത്യക്ഷത്തിൽ അസാധ്യമായിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, അവർ നിന്ന സ്ഥലത്ത് താഴെ ആഴത്തിൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. താഴേക്ക് ചാടാൻ സാധിക്കുമായിരുന്നില്ല. താഴെ ഇറങ്ങാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഫയർ ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്ന് ഒരു കോണി കൊണ്ടുവന്നു. എന്നാൽ ആർക്കും അതിൽ കോണിയിൽ കയറി ഉമ്മയെയും കുട്ടിയെയും രക്ഷപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫയർമാൻ, അദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളായിരുന്നു, അദ്ദേഹം പറഞ്ഞു, അഥവാ എനിക്ക് എന്റെ ജീവൻ പോലും നൽകേണ്ടി വന്നാലും ഞാൻ ഉമ്മയെയും കുട്ടിയെയും രക്ഷപ്പെടുത്താനായി പരിശ്രമിക്കും. പിന്നീട് ആ പ്രായം ചെന്ന ഫയർമാൻ കോണിയിൽ കയറി ആദ്യം കുട്ടിയെ താഴേക്ക് ഇറക്കി, പിന്നീട് ഉമ്മയെയും താഴേക്ക് ഇറക്കി. പറയുന്നു, ഏതായിരുന്നാലും അത്ഭുതകരമായ രീതിയിൽ രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെട്ടു. പറയുന്നു, വളരെ സഹനത്തോടുകൂടി എല്ലായിടത്തും എന്റെ കൂടെ അവർ നിന്നു. പറയുന്നു, എന്റെ നിയമനം കേരളത്തിലായപ്പോൾ അവിടെ കേരളത്തിൽ അവർ 15 വർഷം സുബായി സദർ ലജ്ന കേരള ആയി സേവനം ചെയ്തു. വളരെ ഉന്നതമായ നിലയിൽ തന്റെ സേവനം അനുഷ്ഠിച്ചു. 2007 മുതൽ 2014 വരെ കാദിയാനിൽ താമസിച്ചു. അപ്പോൾ ഇദ്ദേഹം നാസിർ ഇസ്ലാം ഇർഷാദായിരുന്നു. ഈ കാലയളവ് എല്ലാ ദിവസവും ബൈത്തു ദുആയിൽ പോയി ദീർഘമായി ദുആ ചെയ്യുമായിരുന്നു. പിന്നീട് ഇവർക്ക് 2015 ഉംറ ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഉമർ സാഹിബ് എഴുതുന്നു, ദിവസവും ഫജർ നമസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു, ഹദീസ് പാരായണം ചെയ്യുമായിരുന്നു. ഇത് ഇവരുടെ ദിനചര്യയായിരുന്നു. ഇവരുടെ വഫാത്ത് നടന്ന ദിവസം ആ ദിവസവും ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് അവർക്ക് നൽകുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗ്രന്ഥങ്ങളുടെ പാരായണം ചെയ്യുന്നതിന്റെ താല്പര്യവും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പൊതുവിജ്ഞാനം കരസ്ഥമാക്കുന്നതിനും പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഒരു മുറബിയുടെ ഭാര്യയുടെ പ്രത്യേകതകളായിരിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരിൽ ഉണ്ടായിരുന്നു. മുറബിമാരുടെയും ഭാരവാഹികളുടെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കുന്ന വനിതയായിരുന്നു, ബഹുമാനിക്കുന്ന വനിതയായിരുന്നു. അതിഥി സൽക്കരിക്കുന്നതിൽ ഒരു വിധത്തിലുള്ള കുറവും വരുത്തുമായിരുന്നില്ല. അള്ളാഹു അവരോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, ദർജകൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കളെയും ഇവരുടെ ദുആയുടെ അവകാശികളാക്കി തീർക്കുമാറാകട്ടെ. അടുത്ത ജനാസ ബഹുമാനപ്പെട്ട ചൗധരി മുഹമ്മദ് ഇബ്രാഹിം സാഹിബ്. അദ്ദേഹം അൻസാറുള്ള മാസികയുടെ മുൻ മാനേജറും പബ്ലിഷറുമാണ്. പാകിസ്ഥാനിലെ ഒക്ടോബർ 16 83 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1957 ഇദ്ദേഹത്തെ സെക്രട്ടറി അൻസാറുള്ള മർക്കസിയ പാകിസ്ഥാൻ റബുവായി നിയമിച്ചു. 1960 അൻസാറുള്ള മാസിക ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ അതിന്റെ മാനേജറും പബ്ലിഷറുമായി നിയമിച്ചു. 2004 വരെ വളരെ ഉന്നതമായ നിലയിൽ ഈ കടമ നിർവഹിച്ചു. അൻസാറുള്ള പാകിസ്ഥാൻ ഇദ്ദേഹത്തിന് ഓഫീസ് സൂപ്രണ്ട്, നായിബ് കായിദ് ഉമൂമി, സെക്രട്ടറി ബറായെ സദർ മജ്ലിസ് എന്നീ സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. 2003 ഇദ്ദേഹത്തെ ഒരു കേസിൽ അകപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹം എന്റെ അനുവാദപ്രകാരം ഇവിടെ ലണ്ടനിലേക്ക് വന്നു. ഇവിടേക്ക് മാറി താമസിച്ചു. ഇവിടെ വന്നും അദ്ദേഹത്തിന് അൻസാറുള്ളയിൽ ഏകദേശം 8-9 വർഷം സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. നാഷണൽ മജ്ലിസ് ആമിലയിലെ അംഗവും ആയിരുന്നു. മർഹൂം മൂസി ആയിരുന്നു. വഫാത്തിന് കുറച്ചു മുമ്പ് റബുവിലേക്ക് പോയതായിരുന്നു. രോഗം കാരണം അവിടെ വെച്ച് അദ്ദേഹം വഫാത്തായി. സന്തപ്ത കുടുംബത്തിൽ ഒരു മകളും 5 ആൺമക്കളും അനേകം പേരക്കുട്ടികളും ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തോട്
മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറകൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുന്നതിനും ജമാഅത്തും ഖിലാഫത്തുമായി ബന്ധം വെക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദ്ദേഹം അൻസാറുള്ളയുടെ മാനേജറായിരുന്നപ്പോൾ പാകിസ്ഥാനിൽ എല്ലാ കാര്യത്തിലും കേസുണ്ടാകും. ഏകദേശം 26 കേസുകൾ ഉണ്ടായിരുന്നു. ഒരു മാസം വരെ അദ്ദേഹം ദൈവവഴി തടവിലും കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ജനാസ ബഹുമാനപ്പെട്ട രാജ മസൂദ് അഹമ്മദ് സാഹിബിന്റേതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട രാജ മുഹമ്മദ് നവാസ് സാഹിബ് പിണ്ടാത്തൻഹാൻ മർഹൂം പിണ്ടാത്തൻഹാന്റെ മകനായിരുന്നു. ഒക്ടോബർ 19 ദീർഘകാലം രോഗിയായതിനു ശേഷം 79ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇദ്ദേഹത്തിന്റെ പിതാവ് മുഖേനയാണ് വന്നത്. അതായത് രാജ മുഹമ്മദ് അലി സാഹിബ് മുഖേന ആ കാലഘട്ടത്തിൽ നാസിർ ബൈത്തുൽ മാലായിരുന്നു. 1943-44 ഇദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെ കാദിയാനിലെ ജൽസയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അവിടെ വെച്ച് അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്തതും ഇപ്രകാരമായിരുന്നു. ഒരു തെളിവോ മറ്റോ ഇല്ല. ഒരു സംഭവം നടന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ജൽസയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് പറയുന്നു, ഞാൻ കണ്ടു ഒരു യുവാവ്, നല്ല ഭംഗിയുള്ള പ്രസന്ന മുഖമുള്ള ഒരു യുവാവ് ഒരു ചളിപുരണ്ട കുട്ടിയെ തോളിലെടുത്തു കൊണ്ടുവന്നിരിക്കുന്നു. കുട്ടിയുടെ മൂക്ക് ഒലിച്ച് ഇറങ്ങിയപ്പോൾ തന്റെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് മൂക്ക് വൃത്തിയാക്കി പിന്നിൽ നിന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പ്രസംഗത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം കുട്ടി കരഞ്ഞപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗദ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് വിളംബരം ചെയ്തു, ആരുടെയോ കളഞ്ഞുപോയൊരു കുട്ടിയാണ്, മാതാപിതാക്കൾ വന്ന് ആ കുട്ടിയെ കൊണ്ടുപോവുക. ഏതായിരുന്നാലും പറയുന്നു, ഞാനത് അന്വേഷിച്ചപ്പോൾ ആ യുവാവ് ആരായിരുന്നു? വളരെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ആൾ. കുട്ടി ചളിപുരണ്ട വസ്ത്രത്തോടു കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു, അദ്ദേഹം മിർസ നാസിർ അഹമ്മദ് സാഹിബാണ്, ഖലീഫത്തുൽ മസീഹ് സാനിയുടെ മൂത്ത മകൻ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം സദർ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയയുമായിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, അത് എന്നെ ഇത്രമാത്രം സ്വാധീനിച്ചു. മറ്റു കാര്യങ്ങൾ പിന്നീടുള്ളതാണ്. കേവലം ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ ബൈഅത്ത് ചെയ്യുന്നു. ഈ ഒരു മാർഗ ഇന്ന് ഞാൻ കണ്ടത്. ജൽസയിൽ വരുന്ന ചില ആളുകൾ എപ്പോഴും തന്നെ ഈ മാതൃകകൾ കണ്ടുകൊണ്ടും ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കാറുണ്ട്. ഏതായിരുന്നാലും രാജാ സാഹിബ് 1991 UK വന്നു. ഇവിടെ കാറ്റ്ഫോർഡ് ജമാഅത്തിന്റെ ആദ്യ സദറായി നിശ്ചയിക്കപ്പെട്ടു. തന്റെ വീടും ജമാഅത്തിന്റെ സെന്ററായി ഉപയോഗിച്ചു. ഇവിടെ വന്ന് ഖായിദ് ഉമൂമി അൻസാറുള്ള നാഷണൽ സെക്രട്ടറി നാഷണൽ അഡീഷണൽ സെക്രട്ടറി വസായ, പിന്നീട് നാഷണൽ സെക്രട്ടറി വസായ എന്നീ നിലകളിൽ അദ്ദേഹം സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഞാൻ വസിയത്തിന്റെ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ അധികം പരിശ്രമം നടത്തി. മൂസികളുടെ വ്യവസ്ഥിതിയെ വ്യവസ്ഥാപിതമാക്കി. ഖിലാഫത്തുമായി വളരെ ഗഹനമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ജമാഅത്തിന്റെ ഭാരവാഹികളെ ആദരിക്കുന്ന ആളായിരുന്നു. നമസ്കരിക്കുന്ന, തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. ചന്തകൾ വളരെ തുറന്ന നിലയിൽ നൽകുമായിരുന്നു. സദയും ദാനധർമ്മങ്ങളും ചെയ്യുന്ന ആളായിരുന്നു. ദരിദ്രരെ നോക്കുന്ന ആളായിരുന്നു. എല്ലാവരുമായി ഇടപഴകുന്ന ആളായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയുമായിരുന്നു. ഭാര്യയെ കൂടാതെ ഒരു മകളും 2 ആൺമക്കളും ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. എന്റെ കൂടെ കോളേജിൽ ഒരു ക്ലാസ്സിലായിരുന്നില്ല, എന്നിരുന്നാലും വിവിധ വിഷയങ്ങളിലായിരുന്നു. എന്തായിരുന്നാലും ഒരേ സമയത്ത് കോളേജിൽ ഞങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഈ അർത്ഥത്തിൽ പറയാൻ സാധിക്കും, അദ്ദേഹം എന്നോടൊപ്പം പഠിച്ചിട്ടുണ്ട്, ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു ഉറുദുവിന്റെ ക്ലാസ് ഒരുമിച്ചായിരുന്നു. അതിൽ ഏതായിരുന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കാറുണ്ടായിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. തന്റെ കാര്യം നോക്കുന്ന ആളായിരുന്നു. അല്ലാതെ കുട്ടികളിൽ കാണുന്ന തരത്തിലുള്ള കുസൃതിയോ മറ്റോ ഉണ്ടായിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകെ. അല്ലാഹ് ബക്ഷ് സാദിഖ് സാഹിബ്, അദ്ദേഹം സെക്രട്ടറി താലീം റബുവ ആണ്. അദ്ദേഹം എഴുതുന്നു,
വളരെ ധൈര്യശാലിയായ ആത്മാഭിമാനമുള്ള അഹമ്മദിയായിരുന്നു. ജഹലം നഗരത്തിലെ പള്ളി അങ്ങേയറ്റം പഴയതായിരുന്നു. അതിന്റെ മേൽക്കൂരയും താഴെയായിരുന്നു, മുകളിലെ നിലം താഴെയായിരുന്നു. മുറികളിലെ നിലം താഴെയും മുകളിലും എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ചില ഭാഗം താഴ്ന്ന എന്ന നിലയിൽ. 1974 ശേഷം പ്രയാസകരമായ അവസ്ഥകളുണ്ടായി. ആ നിയമത്തിന് ശേഷം ജമാഅത്തിന് പള്ളികൾ നിർമ്മിക്കാനും സാധിക്കുമായിരുന്നില്ല, അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കുമായിരുന്നില്ല. എന്നാൽ രാജ് സാഹിബ് വളരെ ധൈര്യപൂർവ്വം പള്ളിയുടെ ഈ നിർമ്മാണ ജോലി തന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തു. വളരെ ധൈര്യപൂർവ്വം അമീർ സാഹിബിന്റെ അഭിപ്രായത്തോടുകൂടി അതിന്റെ പര്യവസാനത്തിലെത്തിച്ചു. റോഡിന്റെ ഭാഗത്തു നിന്നുള്ള ചുമരുകൾ തൊടാതെ പ്ലാൻ അനുസരിച്ച് ഹാളുകളുടെ തൂണുകൾ നിർമ്മിച്ചു. പിന്നീട് അതിന് മേൽക്കൂരയും ഇട്ടു. വളരെ ബുദ്ധിപൂർവം ഈ വിധത്തിൽ അദ്ദേഹം വലിയ ത്യാഗം ചെയ്തു, ധൈര്യത്തോടുകൂടി ചെയ്തു, സാമ്പത്തിക ത്യാഗം ചെയ്തു, ആളുകളോടും ആഹ്വാനം ചെയ്തു. ഈ വിധത്തിൽ പള്ളിയെ തികച്ചും പുതിയ രീതിയിൽ മാറ്റിയെടുക്കുകയുണ്ടായി. ലിൻഡർ ഇട്ടുകൊണ്ട് മുറികളുടെ ചുവരുകൾ പിന്നീട് പണിതു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുകളിലും താഴെയുമായി പള്ളിക്ക് 2 ഹാളുകൾ തയ്യാറായി. 4ാമത്തെ ജനാസ അത് ബഹുമാനപ്പെട്ട സാലിഹ നൂറ സാഹിബയുടേതാണ്. അവർ അൻവർ അലി സാബിദ് സാഹിബ് സിന്ധ് മർഹൂമിന്റെ ഭാര്യയാണ്. ഇവരും ഒക്ടോബർ 1 വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ വളരെ ധൈര്യമുള്ള, ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ നിർവഹിക്കുന്ന വനിതയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ നമസ്കാരവും നോമ്പിന്റെയും നിഷ്ഠയുള്ള ആളായിരുന്നു. ചന്ത നൽകുന്ന ആളായിരുന്നു. ഖിലാഫത്തുമായി വളരെ സത്യസന്ധമായ ബന്ധമായിരുന്നു. അവരുടെ പിതാവ് ഇറാനിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് നവാബ് ഷായിൽ വന്ന് താമസിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന നിസ്സാരമായ പോക്കറ്റ് മണിയിൽ നിന്നും ചന്ത നൽകുന്നു. ഒരിക്കൽ ലജ്നയിലെ ഒരു കേന്ദ്ര ഭാരവാഹി വന്നു. അപ്പോൾ അവർ യോഗത്തിൽ നിന്നുകൊണ്ട് മുഴുവൻ ലജ്നകളും പറയുകയുണ്ടായി. മുഴുവൻ നവാബ് ഷായിലും ലജ്നകളിൽ ഏറ്റവും കൂടുതൽ ചന്ത ഈ കുട്ടിയുടേതാണ് വരുന്നത്. ഇത് അവരുടെ വിവാഹത്തിന് മുമ്പുള്ള സംഭവമാണ്. അവരുടെ മകൾ താഹിറ മുഅ്മിൻ പറയുന്നു, വിവാഹത്തിനു ശേഷം അള്ളാഹുവിന്റെ ഇത്രമാത്രം അനുഗ്രഹങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ അള്ളാഹു അവർക്ക് വലിയ ഹൃദയവും നൽകി. വളരെയധികം ദരിദ്രരെ സേവിക്കുന്ന വിനയത്തിന്റെയും എളിമയുടെയും ഉടമസ്ഥയായിരുന്നു. ചന്തയുടെ എല്ലാ പദ്ധതികളിലും ലഭ്യക്ക് പറയുമായിരുന്നു. ഏറ്റവും കൂടുതൽ വാഗ്ദാനം എഴുതിപ്പിക്കുമായിരുന്നു. നീണ്ട കാലം ലജ്ന ജില്ലാ ലഡ്കാനയുടെ സദറായിരുന്നു. എപ്പോഴും ജമാഅത്തുകളിൽ പര്യടനം നടത്തുമ്പോൾ ചന്തയുടെ ആഹ്വാനം നടത്തുമായിരുന്നു. വളരെ നല്ല പ്രതികരണം ലഭിക്കുമായിരുന്നു. കാരണം ഇവരുടെ സ്വന്തം മാതൃക നല്ലതായിരുന്നു. വളരെയധികം ധൈര്യമുള്ള, ആത്മാഭിമാനമുള്ള ആളായിരുന്നു. സിന്ധിലെ ആ കാലത്തെ സംസ്കാരമില്ലാത്ത കാലത്ത് ആചാരങ്ങളിൽ നിന്നും ബിദഅത്തുകളിൽ നിന്നും വളരെയധികം ദൂരെ നിന്നുകൊണ്ട് വിവാഹം ചെയ്തു പോയത് തികച്ചും സിന്ധിയായ ഒരു കുടുംബത്തിലായിരുന്നു. സോഷ്യൽ ജീവിതം നയിച്ചു. എല്ലാവരുമായി നല്ല ബന്ധം വെച്ചു. ഹൃദയം കൊണ്ടുള്ള ബന്ധം വെക്കുകയുണ്ടായി. വളരെ ഉന്നതമായ നിലയിൽ കുടുംബ ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു. ഭർത്തൃ വീട്ടിലെ ബന്ധവും വളരെ നല്ല നിലയിൽ പാലിച്ചു. ഇപ്പോഴും അവരുടെ മകൾ എഴുതുന്നു, ലജ്നകളുടെ മെമ്പർമാർ എവിടെയെല്ലാം അവർ താമസിച്ചിട്ടുണ്ടോ അവരെ വളരെയധികം ഓർക്കുന്നു. പറയുന്നു, ഞങ്ങൾ എപ്പോഴും പ്രയാസമുണ്ടാകുമ്പോൾ അവർ പറയുമായിരുന്നു. ആദ്യം അവർ ഞങ്ങളോട് പറയും, നമസ്കരിക്കുക, ദുആ ചെയ്യാൻ വേണ്ടി താക്കീത് ചെയ്യുമായിരുന്നു. സ്വയം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു. വളരെ നല്ല ബന്ധം എല്ലാവരുമായി വെച്ചു പുലർത്തി. വളരെ സോഷ്യലായിരുന്നു. എവിടെ പോയാലും അവിടെ തന്റെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു. അള്ളാഹു ഇവരുടെ മക്കളിലും ആത്മാർത്ഥതയും കൂറും ഉണ്ടാക്കുമാറാകട്ടെ. ഇവരോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. കുട്ടികളും ഖിലാഫത്തും ജമാഅത്തുമായി അതുപോലെ തന്നെ ബന്ധം പുലർത്തുമാറട്ടെ. ഏതുപോലെ ഇവർ ത്യാഗം ചെയ്തുവോ അള്ളാഹു ഇവരുടെ ദുആയും ഇവരുടെ ഹക്കിൽ പൂർത്തിയാക്കുമാറാകട്ടെ. ഇവർക്ക് 2 ആൺമക്കളും പെൺകുട്ടികളുമുണ്ട്. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാവരുടെയും ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر